ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ഡമ്മി മാത്രമാണ്. കാരണം ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അവരുടെ സമയം അനുസരിച്ച് വേണം ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് കാണിച്ചുകൊണ്ടൊരു ട്രയലായിട്ട് അല്ലെങ്കിൽ ഒരു ഡമ്മി ആയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്കിതിൽ 5 പാർട്ടായിട്ടാണ്. ഈ 30 ദിവസം കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല, എന്നാലും എല്ലാത്തിലും കൂടെ ഓടിച്ചൊന്ന് പോകാൻ കഴിയും. ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മാത്രമല്ല നമുക്കിനി മുന്നിൽ. നമ്മൾ ഒരു പരീക്ഷ എഴുതും, പിന്നെ അത് ഒന്നും എഴുതാൻ പറ്റില്ലെങ്കിൽ നമ്മളങ്ങ് മടിച്ച് പഠിത്തം അങ്ങ് നിർത്തും. അത് ചെയ്യാൻ പാടില്ല. നമുക്കിനി അടുത്തത് വരുന്ന നമുക്കിപ്പോൾ PSCയുടെ ഒരു ഇതനുസരിച്ച് പ്രിലിംസ് എഴുതി കിട്ടാനാണ് പാട്. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന VFA, കമ്പനി ബോർഡ്, LGS, ബിവറേജ്, LD, അപ്പോൾ അതിനൊക്കെ ഇനിയിപ്പോൾ ഈ വർഷം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കാണ് പ്രിലിംസ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നമ്മൾ നല്ലപോലെ പഠിക്കണം. കറണ്ട് അഫെയർ ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഈ 30 ദിവസം ഈ ഞാൻ പറയുന്ന 5 ടോപ്പിക്കിലൂടെയും നമ്മൾ ഈ 30 ദിവസം ഓരോ ദിവസവും പോകണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും ഒന്ന് എത്തിപ്പെടാൻ പറ്റൂ ഈ 30 ദിവസം കൊണ്ട്. അപ്പോൾ ആദ്യം അതിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സിലബസ് നോക്കുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് സിലബസ് വഴി കംപ്ലീറ്റ് ആക്കാം. സിലബസ് എന്നാൽ ഫുൾ കവറും ആയിരിക്കണം. ഈ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ ഹിസ്റ്ററിയുടെ എല്ലാ പോർഷനും നമുക്കൊന്ന്, ഇപ്പോൾ കേരള ഹിസ്റ്ററി ആയിരുന്നാലും ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ ആയിരുന്നാലും റാങ്ക് ഫയലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചുകൊണ്ട് കുറേ മുമ്പത്തെ പരീക്ഷയ്ക്കൊക്കെ വേണ്ടി പഠിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഓടിച്ച് വായിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇയേഴ്സൊക്കെ മാത്രം ഒന്നുകൂടെ ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ മതി. അങ്ങനെ ഹിസ്റ്ററി ആയിരുന്നാലും ജോഗ്രഫി ആയിരുന്നാലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് കവർ ചെയ്തായിരിക്കണം നമ്മൾ പോവേണ്ടത്. ഇപ്പോൾ തന്നെ സിലബസ് കവർ ചെയ്യണമെന്ന് പറയാൻ കാരണം നമ്മൾ കേരള ഗവേൺസിലും കോൺസ്റ്റിറ്റ്യൂഷൻസിലും കമ്മീഷനെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് പഠിക്കും? വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇങ്ങനെയൊക്കെ ജസ്റ്റ് മാത്രം നോക്കിക്കൊണ്ട് പോകും. ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OAക്ക് പോലും കമ്മീഷൻസ് ഡീപ്പായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്മീഷൻസ് എത്രയുണ്ടോ അത് സിലബസിൽ 2 ഭാഗത്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അത് സിലബസ് നല്ലപോലെ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം. കമ്മീഷൻസ് എല്ലാം നല്ലതുപോലെ തറവായിട്ട് പഠിക്കണം. ദെൻ അടുത്ത നോക്കേണ്ടത് SCERT ആണ്. SCERT എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പഴയമുണ്ട്, പുതിയത് കംപ്ലീറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ആ പുതിയത് നോക്കുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ 30 ദിവസം കൊണ്ട് എല്ലാം നോക്കാൻ പറ്റില്ല, എന്നാലും പറയുന്നതാണ്. പഴയ SCERTന്ന് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സയൻസ് SCERT ഓൾഡ് ആയിരുന്നാലും ന്യൂ ആയിരുന്നാലും കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, അതുപോലെ നമ്മുടെ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എന്നാൽ കേരള ഹിസ്റ്ററിയൊക്കെ എന്നാലും SCERT ബേസും കുറച്ച് റാങ്ക് ഫയൽ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ടാമത്തത്. മൂന്നാമത്തേന്ന് പറയുമ്പോൾ കറണ്ട് അഫെയർസാണ്. കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ നമുക്കിനി സമയമില്ല, അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കി വന്നവർക്ക് എളുപ്പമാണ്. അപ്പോൾ കമ്പൽസറി ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ 2025 ജനുവരി മുതൽ ജൂൺ വരെയും നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ട സ്പെഷ്യൽ ടോപ്പിക്സാണ് കറണ്ട് അഫെയർസിൽ. അതായത് വെന്യൂസ്, ഡേറ്റ്സ്, പിന്നെ അങ്ങനെ സ്പെഷ്യലായിട്ട് വരുന്ന കുറച്ച് ഇപ്പോൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ മിനിസ്റ്റേഴ്സ്, പദവികൾ, അങ്ങനെയൊക്കെ നോക്കണം നമ്മൾ. ഓക്കെ, ദെൻ നാലാമത് വരുന്നത് മാത്സ്, ഇംഗ്ലീഷും മലയാളമാണ്. മാത്സ് നമ്മൾ നോക്കുമ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ജെറിൻ സാറിൻ്റെ ക്ലാസ് ട്രിക് ടേണിൽ നല്ലതുപോലെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതും പിന്നെ അല്ലാതെ PYQ മാത്സിൻ്റെ ഇപ്പോൾ കുറച്ച് 2025 24 നടന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ ഇംഗ്ലീഷ് ആയിരുന്നാലും PYQ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് ഗ്രാമർ പോർഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ആക്റ്റീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. പിന്നെ സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെൻറ്റ് മസ്റ്റായിട്ട് പഠിക്കണം. ദെൻ അടുത്തതെന്ന് പറയുന്നത് മലയാളം PYQs ഒക്കെ നോക്കിയാൽ മതി, നമുക്ക് കിട്ടാവുന്നത് തന്നെയാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് അഞ്ചാമത്തേന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ദെൻ ഇമ്പോർട്ടൻറ്റ് ലോസ്, കേരള ഗവർണൻസ്. അപ്പോൾ ഇത് 4 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ തന്നിരിക്കുന്ന സിലബസിൽ തന്നിരിക്കുന്നത് അതിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ 1-2 ഭേദഗതികൾ മാത്രം നമുക്ക് തന്നതിൽ നല്ല ചോദിക്കാറുണ്ട്.
നമ്മൾ സിലബസിലുള്ളത് കംപ്ലീറ്റ് പഠിച്ചാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് നല്ലതായിട്ട് കവർ ചെയ്യണം. എക്കണോമിക്സ് എന്നാൽ സിലബസ് കവർ ചെയ്യണം, പുത്തൻ സാമ്പത്തിക നയം അങ്ങനെ. പിന്നെ അല്ലാതെ കറണ്ട് അഫെയർ ആയിട്ട് റിപ്പോ റേറ്റ് അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് പോകണം. ദെൻ എന്താണ് ഇമ്പോർട്ടൻറ്റ് ലോസ്, അത് നമ്മൾ നല്ലപോലെ നോക്കണം. PYQസും അല്ലാതെ നോക്കണം. അതിലിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ലോസിൽ വരുന്നതാണ് നമ്മുടെ എന്താണ് പോക്സോ ആക്ട്. മുമ്പൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന പോക്സോ ആക്ടിൻ്റെ ഇയറാണ് ഒക്കെ ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു എന്താണ് പോക്സോ ആക്ട് എന്ന എങ്ങനെ പോക്സോ ആക്ട് എന്ന ആക്റ്റിൽ ഏതെല്ലാം എന്താണ് എന്തുവാ ക്വസ്റ്റ്യൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയിലൊക്കെ ചോദിച്ചായിരുന്നു. പോക്സോ ആക്ടിനെ കുറിച്ച് തന്നെ വിശദീകരിച്ചുകൊണ്ട് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മളെ കറക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതൊക്കെ പഠിക്കുമ്പോൾ ഇനി നല്ലതായിട്ട് തന്നെ പഠിക്കണം. ദെൻ അതുപോലെ തന്നെയാണ് കേരള ഗവർണൻസും എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോകണം. ഇത് 4 എന്താണ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് ആ സിലബസ് തന്നിരിക്കുന്നതനുസരിച്ചും PYQസും ചെയ്ത് നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഈ 5 എന്താണ് ഏരിയാസിലൂടെ നമ്മൾ 5 ഏരിയാസിലൂടെ നമ്മൾ നന്നായിട്ട് പോകണം. അപ്പോൾ ആ ഒരു അതായത് ഈ 30 ദിവസത്തിൽ ഓരോ ദിവസവും ഈ 5 ടോപ്പിക്സിലൂടെയും പോയാലേ നമുക്ക് ഒരു കുറച്ചെങ്കിലും ഒന്ന് കവറപ്പ് ആവുള്ളൂ. ഇപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അല്ലെങ്കിൽ ഇനി അടുത്തൊരു എക്സാം. അപ്പോൾ നമ്മളതിൽ എന്താണ് മടി പിടിച്ചിരിക്കാൻ പാടില്ല. നമ്മളാൽ കഴിയുന്ന നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് നമുക്ക് ജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.